Hi friends, welcome back to another video of Edu on Learning Solution. My name is Pradeep Gobinathan. നിങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഡി അതുപോലെ RPF സെക്രട്ടറി ടെസ്റ്റിൻ്റെയൊക്കെ എക്സാമൊക്കെ അപ്ലൈ ചെയ്ത ആളുകളായിരിക്കുമല്ലോ. ഇതിൽ വരുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു പ്രോഗ്രാമിൽ 10 പേര് പങ്കെടുത്തു, ഇവർ പരസ്പരം ഹസ്തദാനം നടത്തുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്ക് എത്രയെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാൻ വരിക, സം ഓഫ് 2 numbers is 30 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 12. 2 നമ്പറുകളുടെ തുക 30ഉം വ്യത്യാസം 12 ആയാൽ സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ബ്ലോഗ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്ന് ഷെയ്ക്ക് ഹാൻഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് സം ആൻഡ് ഡിഫറൻസിൽ. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻ ഞാനൊരു ടൈപ്പിൽ നമ്പർ ഇതുപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 2 നമ്പറിൻ്റെ സം ഓഫ് 2 numbers is 30 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 6. 2 നമ്പറിൻ്റെ സം അല്ലെങ്കിൽ തുക എന്ന് പറയുന്നത് 30 വ്യത്യാസം 6 ആണെങ്കിൽ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങൾ ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണ് x+y ഇടും, നമ്മൾ അല്ലെ x - y അല്ലെങ്കിൽ a+b a - b ഒക്കെ ഇടും. നമ്മൾ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും, 2 വാല്യൂസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ് സിംഗിളായിട്ട് നമുക്ക് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം ആണെങ്കിൽ നോക്കിയിട്ട് തന്നെ ആൻസർ പറയാം, ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്, നിങ്ങൾ നോക്കിയിരിക്കുക. അതായത് നമ്മുടെ അടുത്ത് 2 വാല്യൂസ് ഉള്ളത് ഇവിടെ, സമ്മും ഉണ്ട് ഡിഫറൻസും ഉണ്ട്, തുകയും വ്യത്യാസവും ഉണ്ട്. 30 കൊണ്ട് 6 അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫസ്റ്റ് ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 2 നമ്പർ കൂടി പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? 30 6 36 അല്ലേ? അതിൻ്റെ പകുതി എടുത്താൽ വലിയ നമ്പറായി. പ്ലസ് ചെയ്യുമ്പോൾ വലിയ നമ്പറിലേ കിട്ടുക. അപ്പോൾ നമ്മൾ 2 വാല്യൂസ് ഉണ്ട്, 30 6 പ്ലസ് ചെയ്തിട്ട് പകുതി എടുത്തപ്പോൾ നമുക്ക് എന്ത് വന്നു? 36ൻ്റെ പകുതി എന്ത് വന്നു? 18. വലിയ നമ്പർ നമുക്ക് കിട്ടി. അപ്പോൾ 18 നമ്മുടെ കയ്യിൽ, ഒരു നമ്പർ നമ്മുടെ കയ്യിലായി. ഇനി ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെയാണ്, കൂട്ടുമ്പോഴല്ലേ നമുക്ക് എന്താണ് പ്ലസ് ചെയ്യുമ്പോൾ വലിയ നമ്പർ കിട്ടും. സോ അടുത്ത കേസ് ഇതുപോലെ 30 6 കുറയ്ക്കുക അല്ലേ, മൈനസ് ചെയ്യുക, മൈനസ് ചെയ്തിട്ട് പകുതി എടുക്കുക. 30 6 പോയാൽ എത്രയാണ് വരിക? 30 6 പോയാൽ 24ൻ്റെ പകുതി 12. ഇത്രയേ ഉള്ളൂ. നമ്മളെന്താണ് ഒരു എന്താണ് പേനയും പേപ്പറും ഒന്നും യൂസ് ചെയ്യാതെ നമ്മളെന്താണ് സിംഗിൾ സ്റ്റെപ്പിൽ നമ്മൾ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്. 30 + 6/2. ഇത് നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിക്കൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാണാം. ഇതുപോലെ PSCയിൽ ചോദിച്ചിട്ടുണ്ട്. എല്ലാ എക്സാമിനും നമ്പർ സിസ്റ്റം ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് സം ആൻഡ് ഡിഫറൻസ് വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കാം, ഒന്ന് ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡ് അനുസരിച്ച്. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ എക്സും വൈൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കാം അല്ലേ. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ അടുത്ത എക്സാമിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണാം. സം ഓഫ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 38 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 22 അല്ലേ. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 38 അല്ലേ. വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് 22 കണ്ടു. ഇവിടെ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏജ് ഓഫ് ഫാദർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം കൂടി കണ്ടുവയ്ക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ വലിയ നമ്പർ മാത്രം കണ്ടുവയ്ക്കുക. നമ്മൾ പറഞ്ഞില്ലേ കൂട്ടിയിട്ട് പകുതി എടുത്താൽ വലിയ നമ്പറാണ് അല്ലേ. 2 നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, 38 ഉണ്ട് നമ്മുടെ കയ്യിൽ, 22 ഉണ്ട്. ഇത് 2 കൂടി കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി, നമ്മൾ ആൻസറായി. അച്ഛൻ്റെ വയസ്സ് കാണാൻ പ്ലസ് ചെയ്യുക, വലിയ നമ്പർ പ്ലസ് ചെയ്താൽ കിട്ടും. 38ഉം 22ഉം കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? 58ഉം 2ഉം എത്ര വരും? 60ൻ്റെ പകുതി 30 കിട്ടി അല്ലേ. 2 3 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ആൻസർ ചെയ്തത്. അപ്പോൾ മറ്റേ മെത്തേഡൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ. അത് നമ്മൾ x+y എഴുതണം അല്ലേ, x - y എഴുതണം. നമ്മൾ പ്ലസ്സോ മൈനസോ എന്തോ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം അല്ലേ ഒരു 2 3 മിനിറ്റെങ്കിലും നമുക്ക് എടുക്കും. അപ്പോൾ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ, ഹാൻഡ് ഷേക്ക് എത്ര ഹസ്തദാനം ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ടോട്ടൽ നമ്പർ 10 പേര് അല്ലേ ഒരു പ്രോഗ്രാമിലുണ്ട്. ആകെ ഒരു പ്രോഗ്രാമിൽ 10 പേരുണ്ട്. അവർ പരസ്പരം ഹസ്തദാനം നടത്തുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ എത്ര ഹസ്തദാനം ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ എത്ര ആളുകളുണ്ടെന്ന് നോക്കുക. ടോട്ടൽ ഇവിടെ നമ്മൾ 10 ആളുകളല്ലേ പ്രോഗ്രാമിലുള്ളത്. എന്ത് ചെയ്യുക വെച്ചാൽ 10 ഇൻറ്റു എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ ഈ 10നെക്കാട്ടിൽ ഒരെണ്ണം കുറഞ്ഞ നമ്പർ എടുക്കാം. 10നെക്കാട്ടിൽ 1 കുറഞ്ഞ എത്രയാണ്? 10 - 1 9 അല്ലേ വരിക. അതായത് 10 × 9 എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 2 കൊടുത്താൽ ആൻസറായി. സിംഗിൾ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. 10 × 9 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് വരിക? 45 ആൻസർ വന്നു. അതായത് 10 പേരുണ്ടെങ്കിൽ 10 × 9 എടുക്കാം, ബൈ 2 എടുക്കാം. ഒരു 13 പേരുണ്ടെങ്കിലോ 13 ഇൻറ്റു നമ്മളെന്തെടുക്കാം? 12/2 എടുക്കാം, ആൻസർ കിട്ടി. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾ
നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇതുപോലെ നിങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ടായിരിക്കും അല്ലേ. സെക്രട്ടറി ടെസ്റ്റിനൊക്കെയാണ് എന്താണ് നമ്മൾ കുറച്ച് നമ്പേഴ്സ്, വലിയ നമ്പേഴ്സാണ് ചോദിക്കാറ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 23 പേരാണ് പ്രോഗ്രാമിലുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 23 × 22/2 എടുക്കാം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ മൾട്ടിപ്ലൈ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 × 23 വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മുകളിലത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും ഒരു ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം, ഹരിച്ചതിന് ശേഷം മാത്രം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 23 × 22 ആദ്യം ഗുണിച്ചിട്ട് പകുതി എടുക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് ഉണ്ട്, 11 ഉണ്ട് അല്ലേ. ഇവിടെ എന്താ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നത്, 11 × 23 അല്ലേ വന്നത്. 11 × 23 ആണെങ്കിൽ 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് എൻ്റെ ഈ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് ഉണ്ട്. അത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതേ ടൈപ്പിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഷെയ്ക്ക് ഹാൻഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്, ആകെ ഷെയ്ക്ക് ഹാൻഡ് കണ്ടുപിടിക്കാനല്ല, ആകെ ആളുകളുടെ ഷെയ്ക്ക് ഹാൻഡ്സിൻ്റെ എണ്ണം തന്നിട്ട് ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അതായത് ഒരു പ്രോഗ്രാമിൽ ആകെ 55 ഹാൻഡ് ഷെയ്ക്ക് അല്ലെങ്കിൽ ഹസ്തദാനം നടന്നുവെങ്കിൽ എത്ര ആളുകൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്ക് ഇൻ എ പ്രോഗ്രാം ഈസ് 55. ഫൈൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ പ്രസൻറ്റഡ് ദെയർ എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റാണ് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മളെ കയ്യിൽ എന്തായിരുന്നു, നമ്പർ ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു, ഷെയ്ക്ക് ഹാൻഡ് കണ്ടുപിടിച്ചു നമ്മൾ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഷെയ്ക്ക് ഹാൻഡിൻ്റെ നമ്പർ ഓഫ് ആളുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റിന് ഓരോ നമ്പർ ഓപ്ഷനിൽ പോവാം അല്ലേ. അതാണല്ലേ വളരെ എളുപ്പത്തിലുള്ളത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് അല്ലേ ഹാൻഡ് ഷേക്ക് എന്നിട്ട് ആളുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കി. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാമല്ലോ. ഓപ്ഷൻസ് എന്താ, ഫസ്റ്റ് ഓപ്ഷൻ എന്താ കാണുന്നത്, 9 ആണോ നോക്കുക അല്ലേ. 9 ഒന്ന് സെലക്ട് ചെയ്ത് നോക്കി. 9 × 8/2 അല്ലേ വരിക അല്ലേ. 9 × 8/2 വരും. അതെന്തായാലും ആൻസർ അല്ല അല്ലേ. എത്ര വരിക, 9 × 8/2 വരുമ്പോൾ അല്ലേ 36 വരും. 9 × 8 അല്ലേ, പകുതി എടുത്തു 4 അല്ലേ, 9 × 4 36 വന്നു. ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ ചെയ്ത് നോക്കാം അല്ലേ. ഓരോ ഓപ്ഷൻസ് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ. അപ്പോൾ അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കി നോക്കാം. 12 പേരാണെന്ന് വിചാരിക്കുക. 12 പേരാണെങ്കിലോ, ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ 12 ആണ്. 12 × നമ്മൾ ചെയ്തു 11/2 ചെയ്തു. അപ്പോൾ എന്ത് വന്നു, നമുക്ക് കട്ട് ചെയ്ത് വന്നപ്പോൾ 66 വന്നു. 12 ഡിവൈഡ് ചെയ്തു 2 കൊണ്ട്, 6 × 11 66 വന്നു. അപ്പോൾ അതുമല്ല ആൻസർ. അപ്പോൾ നമ്മൾ തേർഡ് ഓപ്ഷൻ നോക്കുക അല്ലേ. കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഒരു മെത്തേഡ്. നമ്മൾ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് ഓപ്ഷനിൽ പോവാം. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടി 11 × 10/2 അല്ലേ. 10ൻ്റെ പകുതി 5, 55 ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ ഓപ്ഷൻ വെച്ചിട്ട് പോവാം ഈ ഒരു ക്വസ്റ്റ്യനുണ്ടെങ്കിൽ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പല ആളുകളും എന്നോട് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണ ഒരേ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, മാത്സ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അല്ലേ, മാത്സ് അല്ലേ ഭയങ്കര വെറുപ്പാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, മാത്സിൽ നിങ്ങൾ വളരെ വീക്കായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, മാത്സിൻ്റെ ബേസിക് കാര്യങ്ങൾ, നമ്പർ സിസ്റ്റം, ഇപ്പോൾ PSCക്ക് പഠിക്കുകയാണ്, SSCക്ക് പഠിക്കുന്ന ആളുകൾ ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം വെച്ച് തുടങ്ങാം. നമ്പർ സിസ്റ്റം പഠിച്ചിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ഹയർ ലെവലിൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് കയറിയിട്ട് എന്ത് ചെയ്യാം അല്ലെ, LCM HCF പഠിക്കാം. പേഴ്സൻറ്റേജ്, നമ്മുടെ പേഴ്സൻറ്റേജിൻ്റെ വീഡിയോ ഉണ്ട് അല്ലേ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഏരിയ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത് മാത്രമല്ല, നമ്മളെന്താണ് ഒരു ഏരിയ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് നമ്പർ സിസ്റ്റം നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു 20-30 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അല്ലേ. കഴിയുന്നത് മാക്സിമം 20 ക്വസ്റ്റ്യനെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് മാത്രം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അടുത്തൊരു എക്സാമിന് വരുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. പല ആളുകൾ എന്നോട് പറയുന്നതാണ്, സർ സെയിം ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ബുക്കിൽ എഴുതി അല്ലേ, ഇത് എക്സാമിന് വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എക്സാമിന് വന്നപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റാത്ത എക്സാമിന് വരുമ്പോൾ? നമുക്ക് ആ ഒരു പ്രാക്ടീസ് കുറവുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ വേറെ മാജിക് ഒന്നുമില്ല മാത്സിൽ. എന്താണ് ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ മാത്സിൽ കുറച്ചുകൂടി എന്താണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കുറേ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രാക്ടീസിനൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയിലുള്ള ടിപ്സ് കുറേ ഒരു 16-17 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈസി ആയിട്ട്, നമ്മൾ Xഉം Y ഒന്നും യൂസ് ചെയ്യാത്ത മെത്തേഡാണ്. ഈ വീഡിയോ കണ്ടു നോക്കാം. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു വാട്സാപ്പിലൊരു ഇതുപോലെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണ്. അയാൾ
എല്ലാ വീഡിയോയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. എനിക്ക് പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് പഠിക്കാൻ ചിലപ്പോൾ എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യണം, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് തന്നെ കുറേ വീഡിയോസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് നിങ്ങൾക്ക് കമൻസ് ആയിട്ട് പറയാം. ഇതുപോലെ നിങ്ങൾ PSC SSCയുടെ എക്സാമിനൊക്കെ പഠിക്കുന്ന, ഗ്രൂപ്പ് D എക്സാമിന് പഠിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. So be happy. Thank you for watching and have a nice day.